ഇവിടെ ഒരു ക്ലോയിച്ചിട്ട്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ വരുൺകോപ്പി. നമുക്കിന്ന് ഇതുപോലൊരു ഏണി ഉണ്ടാക്കാൻ പഠിക്കാം. ഏണിയുടെ ഇവിടെ ഒരു കെട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഈ ഒരു കെട്ട്, ഈ കെട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കെട്ടാണ്. നമ്മൾ ഈ സ്റ്റേജ് കെട്ടുന്ന സമയത്ത് എൻ്റെ വീഡിയോയിൽ പല വീഡിയോൻ്റെയും താഴെ പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഈ സ്റ്റേജൊക്കെ കെട്ടുന്ന സമയത്ത് എങ്ങനെയാണ് കെട്ടേണ്ടത്. അതുപോലെ ഇത്തരത്തിലുള്ള ഏണി കെട്ടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഉരുണ്ട സാധനവും അതിന് ഇതുപോലെ ഒരു ഉരുണ്ട സാധനം ഇതുപോലെ പാരലായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കെട്ട്, ഇതിൻ്റെ പേര് സ്ക്വയർ ലാഷിംഗ് എന്നാണ്. സ്ക്വയർ ലാഷിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഏണി എങ്ങനെ കെട്ടാം. ഇതിന് ഭയങ്കര ബലമായിരിക്കും, ഈ കെട്ട് അത്ര പെട്ടെന്ന് അഴിയില്ല, ഇത് ദീർഘകാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ക്വയർ ലാഷിംഗ് കെട്ടുന്നതെന്നും ഒരു സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഏണി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഏതായാലും കെട്ട് കാണാം, കെട്ടിലേക്ക്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഏണി ഉണ്ടാക്കാം. നമ്മൾ ഈ സ്ക്വയർ ലാഷിംഗ്, ഞാൻ ഒരേ നീളമുള്ള മുളകളും അതുപോലെ പടി കെട്ടാനുള്ള കുറച്ച് ഇതും കൊണ്ടുവന്നു. ഞാനിവിടെ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലോഹിച്ചിട്ടിട്ടാണ്. ക്ലോഹിച്ച് എങ്ങനെയാണെന്ന് അറിയാം. ഇതിനൂടെ അകത്തൂടെ എടുത്ത് ഇതിനെ ഒന്നുകൂടെ ചുറ്റി ഇതിനകത്തൂടെ എടുക്കുക, എന്നിട്ട് അവിടെ വലിച്ച് ടൈറ്റാക്കുക. ഇത് ഉരുണ്ട സാധനങ്ങൾക്ക് ടൈറ്റ് ചെയ്യാൻ നല്ല കെട്ടാണ് ക്ലോഹിച്ചെന്ന് പറഞ്ഞാൽ. നല്ല ടൈറ്റാകും, കാരണം ചകിരി കയറായതുകൊണ്ട് നല്ല ടൈറ്റാവും. നല്ല ടൈറ്റായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ബാക്കി വന്ന കയർ ഇതുപോലെ ഇതിന് ചുറ്റുക. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് മാരി ചെയ്യുക എന്നാണ്. അത് ചെയ്തതിന് ശേഷം ഇതിലെ ചുറ്റുക. നോക്കാം, ഈ മുളയുടെ അടിയിലൂടെ എടുക്കുക. നമ്മളത് എടുത്തതിന് ശേഷം നമ്മളതാ ഇതിലൂടെ ചുറ്റിയിട്ട് നോക്കാം. ഇത് വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതിലൂടെ ഒന്ന് ചുറ്റുക. എന്നിട്ട് ഈ അടിവശത്തോടെ എടുക്കുക. ഈ ചെയ്യുന്ന പ്രവൃത്തിയെ റാപ്പിംഗ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ ലാഷിങ്ങിന് സാധാരണ ചെയ്യുന്നത് ഒന്നെങ്കിൽ 3 റാപ്പ് ചെയ്യും, അല്ലെങ്കിൽ 4 റാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ 3 റാപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഏറുമാടോ മറ്റുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 4 റാപ്പിംഗാണ് നല്ല ബലം കിട്ടണമെങ്കിൽ. ഒരു റാപ്പിംഗ് അധികമാകുമ്പോൾ ഒരു ചുറ്റ് അധികമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ ചെയ്ത് അത് 3 തവണ ആവർത്തിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്ത് റെഡിയായാൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഫ്രാപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട്. അതായത് ഈ കെട്ടിനെ ഒന്ന് ടൈറ്റ് ചെയ്യുന്നു, ആ ചുറ്റിനെ നമ്മളൊന്ന് ടൈറ്റ് ചെയ്യുന്നു. അതായത് ഇതിലൂടെ എടുത്തിട്ട് ഇതിലൂടെ ചുറ്റിയിട്ട് ഇപ്പുറത്തേ എടുക്കുക. അതായത് ആ കെട്ടിനെയാണ് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആ കെട്ടിനെ നോക്കാം, ഇതിലൂടെ ചുറ്റി ഒന്ന് വലിച്ച് ടൈറ്റാക്കണം. ഇതിനെ ഫ്രാപ്പിംഗ് എന്നാണ് പറയുക. അപ്പോൾ സാധാരണഗതിയിൽ 3 റാപ്പിംഗ് ചെയ്താൽ നമ്മളതിന് 2 ഫ്രാപ്പ് ചെയ്യണം. ഇനി 4 റാപ്പിംഗ് ആണെങ്കിൽ 3 ഫ്രാപ്പിംഗ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ അതിന് ശേഷം നോക്കുക, ഇതിന് 2 ഫ്രാപ്പ് ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കെട്ട് അവസാനിപ്പിക്കണം. ഇവിടെ അത് വലിച്ചവിടെ ടൈറ്റാകുന്ന രീതിയിൽ കെട്ടണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ക്ലോഹിച്ചാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലോഹിച്ച് കെട്ടുന്നു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ക്ലോഹിച്ച് കെട്ടൽ ഇതുപോലെയാണ്. നോക്കാം, പലതരത്തിൽ ക്ലോഹിച്ച് കെട്ടാം. ഇതിൽ ഞാൻ നേരത്തെ ഒരു തരത്തിൽ ക്ലോഹിച്ച് കെട്ടി, ഇതിവിടെ 2ാമത്തെ തരം കെട്ടാൻ പോകുന്നത്. അവിടെ വലിച്ച് ഒന്ന് ടൈറ്റാക്കുക. ഇതൊരു ഹാഫ് ഇഞ്ചായി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ അതേപോലത്തെ ഹാഫ് ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ക്ലോഹിച്ച് കിട്ടും. ഒരു ക്ലോഹിച്ച് എന്ന് പറഞ്ഞാൽ 2 ഹാഫ് ഇഞ്ചുകൾ ചേർന്നതാണ് ഒരു ക്ലോഹിച്ച് എന്ന് പറയുന്നത്. നോക്കാം, ടൈറ്റായിരിക്കും. നമുക്കിനി ആവശ്യമില്ലാത്ത നോക്കാം, നല്ല ടൈറ്റായതിനു ശേഷം ബാക്കി മിച്ചം വന്ന കയറ് നമുക്ക് അങ്ങ് മുറിച്ച് കളയാം. ഓക്കെ, ഇത് നോക്കുക, ഇതിനിപ്പോൾ 3 റാപ്പിങ്ങും 2 ഫ്രാപ്പിങ്ങും അതുപോലെ 2 ക്ലോഹിച്ചും. ഇതിന് വല്ലാത്ത നല്ല ടൈറ്റാണ് വരിക. ഇനി നമുക്കിത് ഒന്ന് ലെവലാക്കാം, കാരണം ഒരേപോലെ വരണ്ടേ. ഇനി നമുക്ക് വേറൊരു തരത്തിൽ ഞാൻ ക്ലോഹിച്ചിടുന്ന് കാണിക്കാം. ഇതുപോലെ എടുത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഇടാം. ഇപ്പം ഞാൻ ഇതിൽ തന്നെ നിങ്ങൾക്ക് 3 തരത്തിൽ ക്ലോഹിച്ചിടുന്നത് കാണിച്ചു. നമ്മൾ ഈ കെട്ട്, നിങ്ങൾക്ക് പലരും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടുകൾ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കെട്ട് ഒരു ടേബിൾ ടോപ്പിൽ ചെയ്ത് കാണിക്കാം. അതായത് ഈ ഒരു ഏണി കെട്ടിയതിന് ശേഷം, ഇത് ഫിനിഷായതിന് ശേഷം ടേബിൾ ടോപ്പിൽ ഞാനിത് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിന് നല്ല ഉറപ്പാണ്. നമ്മൾ ഇതിനിപ്പോൾ അളവൊക്കെ എടുത്ത് ലെവലാക്കണം. കാരണം ഏണി കെട്ടുമ്പോൾ ഒക്കെ ഒരു ലെവലൊക്കെ ആക്കി കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ കെട്ടുക. ഇത് ഏണി കെട്ടാൻ വേണ്ടി മാത്രമല്ല, പന്തൽ കെട്ടുന്നവർക്ക് ഇത് ഉപയോഗിക്കാം, അതുപോലെ സ്റ്റേജ് കെട്ടുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഏറുമാടങ്ങളൊക്കെ കെട്ടുന്ന സമയത്ത് നല്ല ഉറപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ കൃത്രിമമായിട്ട് ബോട്ട് ഉണ്ടാക്കാറുണ്ട്.
ഈ കന്നാസും വലിയ കന്നാസും സംഭവങ്ങളൊക്കെ ബാരലൊക്കെ എടുത്തിട്ട്. ആ സമയത്ത് ആ ബോട്ട് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കെട്ടാണ്. നോക്കാം, നമ്മുടെ ഏണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് പിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കാം. 90 കിലോ ഉള്ള ഞാനാണ് അതിന് മുകളിലേക്ക് കയറുന്നത്. നോക്കാം, കെട്ടിനൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ ഉറപ്പ് നമുക്ക് നോക്കാം. ഇതിൽ ചാടി നിന്നാലും ചിലപ്പോൾ കയറിനൊന്നും പറ്റില്ല, പക്ഷേ കെട്ടിനൊന്നും പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ പടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാ നോക്കാം, കെട്ട് അനങ്ങിയിട്ടില്ല. നമുക്കത് ഇവിടെ ഒന്ന് ചെയ്ത് മനസ്സിലാക്കാം. ഇത് പലരും കെട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഒരു ക്ലോയിച്ചാണ് ഇടേണ്ടത്. അപ്പോൾ ക്ലോയിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിലൂടെ എടുത്ത് നമ്മൾ കറക്റ്റ് അത് ഈ ഗ്യാപ്പിലൂടെ ഉള്ളോട്ടിൽ കയറ്റുക. അവിടെ ചെറിയൊരു മടക്കം വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവും, കുഴപ്പമില്ല. എന്നാലും നോക്കാം, ഒരു ക്ലോയിച്ചായിട്ടുണ്ട്. ഇനി നമ്മളതെന്ത് ചെയ്യുക, അതൊന്ന് മാരി ചെയ്യുക. ചെയ്യാം. ഓക്കെ, അതിന് ചുറ്റുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം, വേറെ ആവശ്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ താഴെ പറയുക. എല്ലാവർക്കും അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടൊക്കെ കൃത്രിമമായി നമ്മൾ ബോട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെള്ളപ്പൊക്ക സമയത്തൊക്കെ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു കെട്ടാണ്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കെട്ട് കെട്ടിയത്. ഓക്കെ, നമ്മളിതുപോലെ ചുറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ചുറ്റുന്നു. ഇങ്ങനെ റാപ്പിങ്ങിൻ്റെ എണ്ണം ഓർക്കുക. 4 റാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ 3 റാപ്പ് ചെയ്യാം. അപ്പോൾ 3 റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 2 ഫ്രാപ്പിംഗ് മതിയാവും. നേരെ കുറച്ച് 4 റാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3 ഫ്രാപ്പ് ചെയ്യുക, ക്ലോഹിച്ചിട്ട് അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ ടെക്നിക്കൽ ടേം ഒന്നും പഠിക്കണമെന്നില്ല, നിങ്ങളിത് കെട്ടുന്നത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ റാപ്പിംഗ് കഴിഞ്ഞു. ഇനി ഫ്രാപ്പിംഗ് ആണ്. ആ കെട്ടിനെ ഒന്ന് ടൈറ്റാക്കിയാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥിരം സംവിധാനമായിട്ടൊരു കെട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ്. ഇതാകുമ്പോൾ കുറേ ദീർഘകാലം നിൽക്കുകയും ചെയ്യും, കെട്ടത്ര പെട്ടെന്ന് അഴിയുകയും ചെയ്യില്ല. സേഫായിട്ടുള്ളൊരു കെട്ടാണ്. നോക്കാം, ഞാനെന്ത് ചെയ്യുന്നു, ഒരു ചുറ്റൂടെ ചുറ്റിയതിന് ശേഷം ഓക്കെ, ഈ ഫ്രാപ്പ് ചെയ്യുന്നതിനനുസരിച്ച്, അത് വലിച്ച് ടൈറ്റാക്കുന്നതിനനുസരിച്ച് ആ കെട്ടിൻ്റെ ബലം കൂടും. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനത് ഒന്ന് ടൈറ്റാക്കുന്നു, അടുത്തത് കൂടി ഇടുക. ഇതാ ടൈറ്റാക്കുക. നോക്കുക, അവിടെ അതാ ക്ലോയിച്ചാണ്. ഓക്കെ, അതൊന്ന് വലിച്ച് നല്ല ടൈറ്റാക്കുക. ഓക്കെ, റെഡി ആയിരിക്കുന്നു. നോക്കാം, ഇത് നമ്മൾ ചെയ്യുമ്പോൾ റോപ്പുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യരുത്. നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ കെട്ടി കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് ഒന്നും വരരുത്. ഓവർലാപ്പ് ചെയ്തില്ലെങ്കിൽ നല്ല കാണാനൊരു വൃത്തിയുണ്ടാവും, അതുപോലെ നല്ല ടൈറ്റും ഉണ്ടാവും. ഓക്കെ, നമ്മുടെ സംഭവം റെഡി ആയിരിക്കുന്നു. ആവശ്യമില്ലാത്ത ആ കയറാണ് മുറിച്ച് മാറ്റാം. ഓക്കെ, സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നിങ്ങളൊരു ഏണി സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു. എങ്ങനെയാണ് സ്ക്വയർ ലാഷിംഗ് കെട്ടേണ്ടത് നിങ്ങൾ പഠിച്ചു. ഇത് ചിലപ്പോൾ നമ്മളൊക്കെ ആണി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഏണി സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിന് ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം ഈ മുള പോലുള്ള സാധനങ്ങളാണെങ്കിൽ ഉള്ളു പൊള്ളയാണ്. അതുകൊണ്ട് തന്നെ ആണി അടിച്ചു കഴിഞ്ഞാൽ അതിന് അത്ര ബലം ഉണ്ടാകാൻ സാധ്യതയില്ല. കൂടാതെ ആണി തിരുമ്പ് പിടിച്ച് പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് നല്ല റോപ്പ് ഉപയോഗിച്ച് ഇതുപോലെ കെട്ടുകയാണെങ്കിൽ നമുക്ക് ദീർഘകാലം ഇതുപോലെ ഒരു ഏണിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏണി മാത്രമല്ല, നമുക്ക് താൽക്കാലികമായിട്ട് പാലങ്ങൾ, ചെറിയ തോടിന് അപ്പുറം ഇപ്പുറം പോകാൻ വേണ്ടിയിട്ട് താൽക്കാലിക പാലമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്വയർ ലാഷിംഗ് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ സ്റ്റേജ് കെട്ടുന്ന സമയത്ത് നമുക്ക് പാരലായിട്ട് ഒരു സ്റ്റേജ് കെട്ടുന്ന സമയത്ത് ഇപ്പോൾ പലരും ഏറുമാടങ്ങളൊക്കെ കെട്ടാറുണ്ട്. ഏറുമാടങ്ങളൊക്കെ കെട്ടുന്ന സമയത്ത് ഒരു പോസ്റ്റൊക്കെ കുഴിച്ചിട്ട് അല്ലെങ്കിൽ തെങ്ങിൻ്റെ തടിയൊക്കെ കുഴിച്ചിട്ട് അതിന് നമ്മൾ മുള അല്ലെങ്കിൽ മറ്റുള്ള മരങ്ങൾ ക്രോസായിട്ട് കെട്ടാറുണ്ട്. ആ ക്രോസായിട്ട് കെട്ടുന്നിടത്ത് ഈ ഒരു കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് ദീർഘകാലം നിൽക്കും. നമ്മൾ നല്ല റോപ്പ് വേണം ഉപയോഗിക്കാൻ. നല്ല റോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഏതായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവേദ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഉണ്ടെങ്കിൽ നന്ദി, സപ്പോർട്ട് ചെയ്യുന്ന നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.